ചില വീഡിയോസിൽ ബാക്ക്ഗ്രൗണ്ടിൽ ഇങ്ങനെ ടെസ്റ്റ് ചെയ്ത് വെക്കുമ്പോൾ നമ്മൾ വിചാരിക്കാറില്ല ഇത് എങ്ങനെയാണ് വെക്കുക. എനിക്കത് കറക്റ്റായിട്ട് എങ്ങനെയാണെന്ന് അറിയില്ലായിരുന്നു, ഇപ്പോഴാണ് മനസ്സിലായത്. സോ ഞങ്ങൾ കൂടെ കാണിച്ചത്. അതിന് വേണ്ടിയിട്ട് ഇൻഷോട്ട് ഓപ്പൺ ചെയ്യാം. നമുക്ക് ഏത് വീഡിയോ ആണോ വേണ്ടത് ആ വീഡിയോ സെലക്ട് ചെയ്യാം. സോ ഞാൻ ഇവിടെ എന്തോ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് മുന്നേ എടുത്ത് വെച്ചൊരു വീഡിയോ കേട്ടോ സെലക്ട് ചെയ്തത്. അതിന് ശേഷം വീഡിയോക്ക് താഴെ കാണുന്ന ടെക്സ്റ്റ് നോക്കിയിട്ട് നമുക്ക് എന്താണോ വീഡിയോയുടെ ബാക്ക്ഗ്രൗണ്ടിൽ കാണിക്കണ്ടേ അത് ടൈപ്പ് ചെയ്യുക. അതിന് ശേഷം ടൈപ്പ് ചെയ്തത് വലുതാക്കണമെങ്കിലോ ചെറുതാക്കണമെങ്കിലോ ഒക്കെ ചെയ്തിട്ട് വേണ്ട സ്പേസിക്ക് അറേഞ്ച് ചെയ്ത് സെറ്റാക്കി വെക്കുക. പിന്നെ കാര്യമായിട്ടൊന്നും ചെയ്യുക, അല്ലെങ്കിൽ നേരെ പോയിട്ട് എക്സ്പോർട്ട് ചെയ്യുക. എക്സ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഗാലറിയിൽ വീഡിയോ കയറിയിട്ടുണ്ടാവും. സോ നമ്മൾ ഇൻഷോട്ടിൽ തന്നെ നോർമലി ഒരു വീഡിയോ എഡിറ്റ് ചെയ്യാൻ വരുന്ന പോലെ വരിക. അതിനുശേഷം നമ്മൾ ലാസ്റ്റ് ടൈപ്പ് ചെയ്ത് എഡിറ്റ് ചെയ്ത ആ വീഡിയോ സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തതിന് ശേഷം നമ്മൾ ആ വീഡിയോന്റെ അടിയിൽ PIP എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ടാവും, അത് ക്ലിക്ക് ചെയ്യുക. അവിടെ നമ്മുടെ വീഡിയോസ് വരും. നമ്മൾ ലാസ്റ്റ് എഡിറ്റ് ചെയ്ത ആ വീഡിയോന്റെ എഡിറ്റ് ചെയ്യാത്ത എക്സാക്ട് വീഡിയോ സെലക്ട് ചെയ്യുക. പിന്നെ നമ്മുടെ വീഡിയോ മറ്റേ വീഡിയോന്റെ മേലെ നിന്ന് സെറ്റ് ആക്കിയിട്ട് കട്ട് ഔട്ട് എന്ന് നെക്കി കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോന്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഇതുപോലെ ടെക്സ്റ്റ് വരും. പിന്നെ വീഡിയോ നേരെ പോയിട്ട് എക്സ്പോർട്ട് ചെയ്യുക. അപ്പം അത്രേ ഉള്ളൂ. ശരി, ബൈ.